കേന്ദ്ര ധനകാര്യമന്ത്രി വലിയൊരു ചലഞ്ച് നൽകിയിരിക്കുകയാണ് സംസ്ഥാന സർക്കാരുകൾക്ക്. പെട്രോളിന് വില കുറയ്ക്കാം, GST ഉൾപ്പെടുത്തുകയാണെങ്കിൽ ബെസ്റ്റേ. എപ്പോൾ നടന്നു ചോദിച്ചാൽ മതി. കാരണം സംസ്ഥാന ഗവൺമെന്റുകൾക്ക് എപ്പോൾ കാശിനാവശ്യം വന്നാലും അവർ ഏറ്റവും എളുപ്പം പണം കടന്ന് പോകുമ്പോഴാണ് പെട്രോളിന് വില കൂട്ടുക എന്നുള്ളത്. 1 രൂപ കൂട്ടിയാൽ മതി, എത്രയായിരം കോടിയാ ഖജനാവിലേക്ക് ഒഴുകിയെത്തുന്നത്. കേരളത്തിന്റെ കാര്യം തന്നെ എടുക്ക്, സർക്കാരിന് കാശില്ല. ഉടനെ ഒരു ന്യായം പറഞ്ഞു, എന്താ, സാമൂഹ്യക്ഷേമ പെൻഷൻ കൊടുക്കണം. 2 രൂപ കൂട്ടി പെട്രോളിന്. 1 ലിറ്ററേല് പെൻഷൻ കൊടുത്തോ? ഇല്ല. കാശ് കിട്ടുന്നില്ലേ? ഉണ്ട്. അങ്ങനെ യഥേഷ്ടം കാശ് പിരിക്കാനുള്ള ഒരു നല്ല പോംവഴിയാണ് പെട്രോളിന് അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടാനുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ അധികാരം. നമുക്കറിയാം, GST വന്നതോടുകൂടി സംസ്ഥാന ഗവൺമെന്റുകൾക്ക് താരതമ്യേന അധികാരം കുറവാണ്. ഒട്ടുമുക്കാലുമായിട്ട് ഇതില് നികുതി ചുമത്തുന്നത് കേന്ദ്ര ഗവൺമെന്റാണ്. അതോടുകൂടി സംസ്ഥാന ഗവൺമെന്റ് അധികാരം ഗണ്യമായി കുറഞ്ഞു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇതുകൂടി നഷ്ടപ്പെട്ടാൽ പിന്നെ സംസ്ഥാന ഗവൺമെന്റ് എന്ത് ചെയ്യും? ഉദാഹരണത്തിന് ലോക കേരള സഭ അല്ലെങ്കിൽ ലോക മലയാള സഭ ഇങ്ങനെയുള്ള തട്ടുപൊളിപ്പം പരിപാടി നടത്തുന്നവർക്കും അറിയാം, പങ്കെടുക്കുന്നവർക്കും അറിയാം കാശ് അടിച്ചു മാറ്റാനുള്ള പോംവഴിയാണ് എന്ന്. പക്ഷെ അതിന് കാശ് വേണ്ടേ? കാശ് എവിടെ നിന്ന് വരും? ഇത് തന്നെ പ്രധാന വരുമാന മാർഗം. മറ്റേതെങ്കിലും പദ്ധതിയുടെ പേര് പറയുക, കാശ് പിരിക്കുക, വക മാറ്റി ചെലവഴിക്കുക. ഒരു വിധത്തിൽ പറഞ്ഞാൽ നല്ലതാണ് കേട്ടോ, ഞാൻ അതിനോട് യോജിക്കുന്നു. കാരണം ഇന്ത്യയിൽ എല്ലായിടത്തും ഒരേ വില നിലവിൽ വരും പെട്രോളിന് അല്ലെങ്കിൽ പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക്. അല്പസ്വല്പ വ്യത്യാസം വന്നേക്കാം ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട്, അല്ലാതെ വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല. അത് തീർച്ചയായിട്ടും നല്ലത് തന്നെയാണ്. ഉദാഹരണത്തിന് കേരളത്തിലെ പെട്രോൾ പ്രൈസും കർണാടകത്തിലേതുമായി 5 രൂപയ്ക്ക് മേൽ വ്യത്യാസമാണ്. ഇന്നേ ദിവസം കാസർഗോഡ് ലിറ്റർ പെട്രോളിന് 107 രൂപയാണ്. ജസ്റ്റ് കർണാടകത്തിലേക്ക് പോയാൽ മതി, 102 കിട്ടും. അല്പസ്വല്പ വേരിയേഷൻ അവിടെ ഇവിടെയൊക്കെ ഉണ്ടായേക്കാം. എങ്കിൽ പോലും ഫുൾ ടാങ്ക് പെട്രോൾ അടിക്കുന്ന അല്ലെങ്കിൽ ഡീസൽ അടിക്കുന്ന ഒരു വണ്ടിക്കാരെ സംബന്ധിച്ച് എത്രയായിരം രൂപയുടെ വ്യത്യാസമാണ് വരുന്നത് ഒന്ന് ആലോചിച്ച് നോക്കിയേ. അത് കണ്ടെന്താ, ബോർഡർ സൈഡിലുള്ളവരെല്ലാം ഇവിടുന്ന് അങ്ങോട്ട് പോവുക പെട്രോൾ അടിക്കാനായിട്ട്, ഇവിടുന്ന് ആരും അടിക്കാറില്ല. അങ്ങനെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, അതെല്ലാം പരിഹരിക്കപ്പെടും എല്ലായിടത്തും ഒരു വിലയാവുകയാണെങ്കിൽ. അതുകൊണ്ട് ധനമന്ത്രിയുടെ നിർദ്ദേശം നല്ലത് തന്നെ. പക്ഷേ എത്ര സംസ്ഥാന ഗവൺമെന്റുകൾ അംഗീകരിക്കുമെന്നുള്ളത് കണ്ടു തന്നെ അറിയേണ്ടിയിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ആരും തന്നെ അംഗീകരിക്കാൻ പോകുന്നില്ല. ശേഷം ഭാഗം കാത്തിരുന്ന് കാണാം.